ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹീതമായിരിക്കുന്ന സമയം വൈറ്റ് ഷാഡോ മീഡിയയിലൂടെ അതിനെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങൾ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചെറിയ ചിന്താവിഷയം 4-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ ദൈവമേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് എന്നാണ് ആ വചനം. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ആനുകാലിക സംഭവങ്ങൾ, സാഹചര്യങ്ങൾ ഒക്കെ അവലോകനം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, പലർക്കും ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സമാധാനമില്ലാത്ത ഒരവസ്ഥയിൽ കടന്നുപോയി. നിർഭയം എന്ന സാഹചര്യമില്ല, ഭയമുളവാകുകയാണ്. എന്നാൽ ഇവിടെ ഒരു ഭക്തൻ, ദൈവഭക്തൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നിർഭയം വസിക്കുമാറാക്കുന്നത് ദൈവമേ അങ്ങാണ്, സമാധാനത്തോടെ എനിക്കായിരിക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും പലവിധമായിരിക്കുന്ന വിഷയങ്ങൾ, ഭാരങ്ങൾ, രോഗങ്ങൾ, വെല്ലുവിളികൾ, എതിർപ്പെടുന്ന സാഹചര്യങ്ങൾ ഒക്കെയും നമ്മുടെ സമാധാനത്തെ, സ്വസ്ഥതയെ കെടുത്തിയെന്ന് വരാം, ഭയമുളവാക്കിയെന്ന് വരാം. എന്നാൽ ഭക്തനായിരിക്കുന്ന ഒരു ദാവീദിനെ വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. തൻ്റെ ജീവിതത്തിൽ എതിർപ്പെട്ടു വന്ന ഒരു വ്യക്തിയാണ് ഗോലിയാത്ത്. എന്നാൽ പലരും അവിടെ ഭയചകിതരായി നിന്ന് പിന്മാറിയപ്പോൾ തനിക്ക് എതിർപ്പെട്ട് നിൽക്കുവാൻ സാധിച്ചത് ശക്തനാക്കുന്ന ദൈവം സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ മുൻപിൽ വെല്ലുവിളികൾ, എതിരാളികളായി നിൽക്കുന്നവർ എത്ര ശക്തരാണെന്ന് പറഞ്ഞാലും, അതെത്ര സാഹചര്യം പോലെ മുൻപിൽ നിന്നാലും, നമ്മെ ശക്തനാക്കുന്ന ദൈവം കൂടെയുള്ളത് കൊണ്ട് നിർഭയമായിരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു നിർഭയമായിരിക്കുന്ന അവസ്ഥ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. ദാനിയേൽ എന്ന് പറയുന്ന മറ്റൊരു ഭക്തരെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. തനിക്കെതിരെ രേഖ എഴുതി തന്നെ ഒരു സിംഹത്തിന്റെ കുഴിയിൽ വീഴ്ത്തി അകപ്പെടുത്തി. ആ സിംഹക്കുഴിയിൽ അതുവരെ വീണവരും പിന്നീട് വീഴ്ത്തപ്പെട്ടവരും ഒക്കെ സിംഹം കേടുവരുത്തി. ദാനിയേലിന് മാത്രം സിംഹം ഒരു കേടും വരുത്തിയില്ല. അതിന്റെ കാരണം, താൻ പതിവ് ചെയ്തു വരുന്നത് പോലെ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നത് കൊണ്ട് തനിക്ക് സിംഹം ഒരു കേടുവരുത്തിയില്ല. ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ ഒരു മമ്മയുടെ കസിൻ സിസ്റ്റർ ഈ നാഷണൽ ജിയോഗ്രഫി ചാനലിൻ്റെ ഒക്കെ സംബന്ധമായ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അവർ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യവും കൂടിയാണ്, അല്ലെങ്കിൽ പൊതുവിൽ നമുക്ക് ജനറലായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. സിംഹത്തിൻ്റെ പല സ്വഭാവങ്ങളിൽ ഒരു സ്വഭാവം, അത് വെറുതെ ഇരിക്കുമ്പോൾ പോലും ഇങ്ങനെ ഒരു ചിരിക്കുന്ന ശബ്ദമുളവാക്കുന്ന ഒരു പ്രകൃതം അതിനുണ്ടത്രേ. അപ്പോൾ സിംഹത്തിന്റെ കുഴിയിൽ ദാനിയേൽ വീഴ്ത്തപ്പെട്ടു. ദൈവം സംരക്ഷിച്ചു, സിംഹം ഒരു കേടും വരുത്തിയില്ല എന്നതിനോടൊപ്പം തന്നെ സിംഹത്തിന്റെ വായ ദൂതൻ അടച്ചു എന്നാണ് പറയുന്നത്. ആ ദൂതൻ അടയ്ക്കുക എന്ന് പറയുമ്പോൾ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ പോലും വെറുതെ ഇരിക്കുന്ന വിരസമായ സമയത്ത് ഉളവാകുന്ന ശബ്ദത്തിന്റെ ഡിസ്റ്റർബൻസ് പോലും ഇല്ലാതെ വണ്ണം ആ വായ അടയ്ക്കുന്ന പ്രക്രിയയിൽ അന്തർലീനമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥത നശിപ്പിക്കുന്ന ചെറുകിട വിഷയങ്ങൾ പോലും, അതെത്ര വലുതായ വിഷയമാണെങ്കിൽ പോലും സമാധാനത്തോടെ ഉറക്കം തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ട രാജാവിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു. അതിന് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികളുടെ ഉറക്കം പിന്നീട് നഷ്ടപ്പെട്ടു. എന്നേക്കുമായി അവർ സിംഹക്കുഴിയിൽ വീഴ്ത്തപ്പെടുകയും ചെയ്തു. എന്നാൽ ദാനിയേലിന് ഒരു കേടും വന്നില്ല. അന്ന് രാത്രിയിൽ സുഖകരമായി ഉറങ്ങി. കാരണം സമാധാനം തരുന്ന ദൈവമാണ്. നമ്മുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന സിംഹക്കുഴി സമാനമായിരിക്കുന്ന വിഷയങ്ങൾ, ചിലർ അകപ്പെടുത്തുന്ന പ്രയാസങ്ങൾ ഉണ്ടായിരിക്കാം, ചിലർ രേഖ എഴുതിയെന്ന് വരാം, ഒരു വട്ടം ആളുകൾ എതിർപ്പെട്ടു നിന്ന് വരാം. അതിൻ്റെയൊക്കെ നടുവിൽ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, കർത്താവേ ദൈവമേ അങ്ങല്ലോ നിർഭയം വസിക്കുമാറാക്കുന്നത് എന്നുള്ളൊരു ഭക്തന്റെ പ്രാർത്ഥന പോലെ ഈ ദിവസങ്ങളിൽ നമ്മുടെ മുൻപിലുള്ള സകല പ്രയാസങ്ങളുടെയോ നിരാശയങ്ങളുടെയോ ആവശ്യങ്ങളുടെയോ വിഷയങ്ങളുടെയോ ഒക്കെ മധ്യത്തിൽ, ഈവൻ ഭയചകിതമായിരിക്കുന്ന സാഹചര്യങ്ങൾ പോലും, ആരൊക്കെ എതിർപ്പെട്ടെന്ന് പറഞ്ഞാൽ പോലും, അതിൻ്റെയൊക്കെ നടുവിൽ സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ, നിർഭയമായി വസിക്കുമാറാക്കുന്ന ഒരു ദൈവത്തിന്റെ സംരക്ഷണവും സൂക്ഷിപ്പും ഉണ്ടാകുന്നു എന്ന് ബലപ്പെടുത്തിക്കൊണ്ട് ചെറിയ ചിന്തയിൽ നിന്ന് വിരമിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ഗോഡ്.